എന്താ കിച്ചുണ്ടാ നോക്കണേ? ഇത് ഇത് മറ്റേ ഇതിനകത്തേക്ക് മാറ്റിയാലേ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സെറ്റ് ചെയ്തല്ലേ സെറ്റ് ചെയ്യാൻ പറ്റും. അറിയാതെ ആക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ ഓടും ചാടും ഒക്കെ ചെയ്ത് വലിയ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരല്ലേ അവർ മേടിക്കുന്നത്. അത് തന്നെ അതിന് വേണ്ടിയൊക്കെ ഉള്ള. ഇതിന് 10-35 രൂപയാവും. അയ്യോ 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 അവിടെ പൂക്കള മത്സരം തയ്യാറാക്കണല്ലോ. അതെല്ലാം പിള്ളേർ അങ്ങനെ.
അവൻ്റെ വായിലുണ്ടോ? അതെ നിന്നടാ മറിഞ്ഞ് വീഴുമോ നീ? അവൻ്റെ അവന് കൊടുക്കുമ്പോഴേ കുഞ്ഞുമായ കുടിക്ക്, വെള്ളം കുടി. എത്ര ആയാലും പാത്രം അടിക്കല്ല ജോലി നീ പൂക്കളിടാൻ വരുന്നുണ്ടോടാ? ഇതേ വെള്ളം ഇവളല്ല എൻ്റെ മെയിൻ ആള്. പടം വരയ്ക്കണോ? ഇട്ടോ ഇതിനകത്തേക്ക് പൂക്കളിട്ടോ. ഇത് കണ്ടോ ഇതിനകത്തേക്ക് അപ്പോൾ വരും. ദേ പൂ കിട്ടോ ഇനി ഇട്ടോ ഇതിനകത്തിട്ടോ പൂക്കളം. ആ എന്നാ വരച്ചിട്ടിട്ടോ, അതുപോലെ ചെറുത് വരച്ചിട്ടിട്ടോ അതിനകത്തേക്ക്. കിടക്കുമ്പോൾ കൊടുക്കണ്ടേ? തന്നെയാണോ പരിപാടി? കറണ്ട് പോയല്ലേ? അവൻ ഇറങ്ങാൻ നോക്കിയിരിക്കുന്നത് കയറാനായിട്ട്. ഓ ഓ ശരി. ആ ഓക്കെ ഓക്കെ. നമുക്ക് ഈ ചില വെബ്സൈറ്റുകളൊക്കെ കാണില്ലേ, ബൂഡ്മോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇ കൊമേഴ്സ് വെബ്സൈറ്റൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ചിലപ്പോൾ പക്ഷെ അതൊക്കെ അത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ് കേട്ടോ. നമ്മൾ മറ്റേ പഞ്ചിന് വേണ്ടി മറ്റേ മിററൊക്കെ ഒരു പ്രാവശ്യം മേടിച്ചത് അവിടെ നിന്നൊക്കെയാണ്. ശരി ശരി ശരി. പക്ഷെ ഇത് നമുക്ക് റിട്ടേണൊക്കെ ഉള്ളതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നോക്കണം, നീ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. എനിക്ക് സാധനം എന്നാ
എടാ അതേന്നെ ഇന്ന് നമ്മുടെ ഒരു ടോണിയുടെ ഒരു ക്ലയൻറ്റ് ഇല്ലില്ല ഉച്ച വൈകുന്നേരം ആകും വരുമ്പോഴത്തേക്ക് ഞാനതുകൊണ്ട് ഇന്നലെ മൊത്തം വീട്ടിൽ ഇച്ചിരി പണിയൊക്കെ ആയിരുന്നു മറ്റേ അവരുടെ ഞാൻ ഇന്നലെ രാത്രി 3 മണി വരെ പെയിൻറ്റിങ് അല്ലായിരുന്നു 3 മണിയല്ല അത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലില്ല ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ അംഗനവാടിയില്ല കൊച്ചിൻ്റെ അംഗനവാടി വന്നു ഇന്ന് ഇവിടുത്തെ ഓണാഘോഷ പരിപാടികളാണ്. അതെ അത് അവർ വന്നു കഴിയുമ്പോൾ അവർക്ക് കറങ്ങാൻ പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാവുന്ന പോലെ നമ്മൾ പോയിട്ട് വന്ന പോലെ മലയാളീസ് മലപ്പുറംകാരാണ്. അയ്യോ പിള്ളേർ തെറ്റല്ല പുള്ളിക്ക് ഒരു 10-50 വയസ്സ് മേലിലുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ ഭയങ്കര ഹെവി ടീമാണ്. അതായത് ഗൾഫിൽ കുവൈറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ഉണ്ട് പുള്ളിക്കാരൻ ഈ ആപ്പിൾ കെയറിൻ്റെ സ്ഥാപനങ്ങൾ. എനിക്ക് തോന്നുന്നത് ഈ അതെ ആപ്പിൾ കെയർ എടാ ഈ വൈശാഖ് വർക്ക് ചെയ്യുന്നത് എവിടെയാടാ ശരിക്കും ഒഫീഷ്യൽ ഈ ആപ്പിളിലാണോ? മാളിലല്ലേ? ഓക്കെ ഓ ശരി. അപ്പോൾ നീ എന്തായാലും വന്നു കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പതുക്കെ സമയം ഉണ്ടെങ്കിൽ വൈകുന്നേരം വെറുതെ ഇറങ്ങണം. ആയിക്കോട്ടെ. വേറെ പരിപാടി ഞാൻ ഇപ്പോൾ വേണ്ട ഉണ്ണിക്കോട്ടൻ്റെ അംഗനവാടി വന്നത് അവിടെ ഓണാഘോഷ പരിപാടികളാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കാനായിട്ട്. പുള്ളി വൈകുന്നേരത്തേക്ക് വരും. അപ്പൊ നീ ഒന്നും ചെയ്തിട്ടില്ലേ? അല്ല നീ ഇപ്രാവശ്യം വീട്ടിൽ ചെന്നിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലേന്ന് ആറി? ചേച്ചി അന്ന് ഓക്കെ അതിന് നീ ഒരു ആൾക്കാരുണ്ടല്ലോ അല്ലേ? നീ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഓ ശരി അത് ഇച്ചിരി സമയം എടുക്കണ പരിപാടിയാ. ഞാൻ ഇരുന്ന് കഴിച്ചിട്ടുണ്ടാ ഇറങ്ങിയത്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ ശ്യാമ നീ വന്നിട്ട് വിളിച്ചാൽ മതി. ശരി ഇതെന്നത് ഇടിയാണോ? ഓണായിട്ട് ഇടിയാണോ? ഇടി ഉണ്ടാക്കുവാണോ? അതിനൊക്കെ ഒരു പ്രശ്നമില്ല. ഭയങ്കര സഹകരണം ആമ്പിള്ളേര്. ഉണ്ണിക്കുട്ടനാണോ മധ്യസ്ഥൻ? 2 പേരുടെയൊക്കെ ഇത് മേടിച്ചോണ്ട് പോയി. രണ്ടും തമ്മിൽ ഭയങ്കര ഉടക്കാണല്ലോ. മതി. അങ്ങനെ വഴക്കുണ്ടാക്കല്ലോ കേട്ടോ. അതൊക്കെ നമ്മുടെ ഡീസൻറ്റ് വിളിക്കാൻ പറ്റും. കിച്ചു ബേബി ഡീസൻ്റാടാ. സാധാരണ ആമ്പിള്ളേരാണല്ലോ അലമ്പ്, ഇവിടെ പെമ്പിള്ളേരാണല്ലോ അലമ്പ്. കിച്ചു ബേബിയൊക്കെ എന്ത് ഡീസൻ്റാ. കിടന്നൊക്കെ എഴുത്. ഇടടാ വാ. എന്നാ ഉണ്ണിക്കോട്ടെ നിനക്ക് ഉറക്കം വരുന്നല്ലോ.
ദേ ഇത് നോക്കി ബേബി ദേ ഇങ്ങോട്ട് നോക്കണം. പൂക്കളിട്ട് വെച്ചേക്കണം കേട്ടോ. അമ്മ പൂക്കളിട്ട് വെച്ചേക്കണം കേട്ടോ. ആയി കഴിച്ചോ, ഞാൻ കഴിച്ചോ. അത് എൻ്റെ അല്ലല്ലോ ചേച്ചി, അതെൻ്റെ അല്ല. ഹലോ ബേബി, എന്താ പറ്റില്ല? അങ്ങ് ചെന്നേ, ചെല്ലേ ചെല്ല്, അങ്ങ് ചെല്ല് അങ്ങോട്ട്. കൂട്ടുകാരത്ത് പോയി ഇരിക്കണം. വെള്ളം തുറന്നു വിടല്ലേ. വാ എന്നാ ചെയ്യുന്നു? പൂക്കളാക്കിട്ടെ കൂട്ടുകാരോട് തിന്നില്ലേ. ചെല്ല്, അവരൊക്കെ അവിടെ നിൽക്കണില്ലേ. ചെല്ല്. അത് വൈകുന്നേരം അതൊക്കെ മേടിക്കാം. അതൊക്കെ ഇച്ചി കഴിയട്ടെ, ഇച്ചി കഴിയട്ടെ കേട്ടോ. കഴിക്കും. ഉണ്ണിക്കൂട്ടനാണ്. ദേ നോക്കി, ഇങ്ങനെ നോക്കിക്കടാ. എടാ ബേബി, ഇങ്ങനെ നോക്കിക്കടാ. ദേ ചെല്ല്. ആ എന്നാ ബേബി, എന്നാടാ? അയ്യോ, കണ്ടുപിടിച്ച്. കഴി കഴിഞ്ഞോ? ടാപ്പ് അടച്ചിട്ടെങ്കിൽ പോര്. പയ്യെ പയ്യെ. ആ ബേബി, അവിടെ ചെന്ന് കളിക്ക്. ചെല്ല്. ഡേ ഒരു കളിക്കാൻ പോവാ. എടാ നീ ഇങ്ങനെ ഇരിക്കാ. ചെല്ലടാ, കൂട്ടുകാരുടെ കൊടുത്ത് കളിക്കടാ പോയിട്ട്. നിങ്ങളാരല്ലേ ശരിയായി? നിങ്ങളാരല്ലേ ഇവരെ കൊണ്ട് ജീവിച്ചാ? ആ ആ ചെയ്തോ ചേച്ചി ചെയ്തോ. ചെല്ലി അത് ഫിനിഷ് ആയിക്കോ. ആ വന്നോ. ആ എന്നാടി അവന് ആ
എല്ലാരും കൂടെ വട്ടത്തിലൊന്ന് ഇരുന്നേക്കണം കേട്ടോ. എല്ലാരും മഞ്ഞപ്പൂ ഇട്ടിട്ട് മൊത്തം മഞ്ഞയാണ്. മഞ്ഞ മൊത്തം ഏത് കൊടുത്താലും മഞ്ഞ. ഓണം തീർന്നു വരെ കാപ്പിയായിട്ട് കഴിക്കുന്നുണ്ടോ? ആ ബ്രെഡ് ഉണ്ട്. ഓ ബ്രെഡ് നമുക്ക് ഈ ഒരക്ഷരം മതിയോ? ആ ഇത് മതി. ഇത് കൊള്ളാം. ഓണാശംസ കൾന്ന് വേണം അല്ലേ? പിടിച്ചെടുത്തില്ല. ഇല്ല ഞാൻ എടുത്തോളാം. നിങ്ങൾ ഇട്ടോ, ചേച്ചി ഇട്ടോ. ഇല്ല ഇരിക്കും. ഇതുകൊണ്ട് വേണ്ടേ? ആ ശരി 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 ശരി. എന്നാ ഇത് വേണേ കത്രി വെച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ കുഞ്ഞിതായിരുന്നു ഇന്ന് നമ്മള് കുഞ്ഞോടി അത്തപ്പൂക്കളമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമ്മളിന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഇന്ന് ഇതിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം. ഓണം എന്നത് നമ്മുടെ നല്ല ഒരു സുവർണ്ണ കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. ഓണക്കാലത്ത് നമ്മളെല്ലാവരും ഒത്തുചേരുന്നു, സ്നേഹം പങ്കിടുന്നു. എല്ലാവരുടെയും ഓർമ്മ പുതുക്കലും സ്നേഹത്തിന്റെ ഒരു പുതുക്കലുമാണ് ഓണക്കാലം. ഇന്ന് എൻ്റെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ആദ്യത്തെ പറയുമ്പോഴത്തേക്കും വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ഒരു ഓണക്കാലമാണ്. ഓണക്കാലത്ത് നമ്മളെല്ലാവരും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ ഓണം പൂക്കണം, പിന്നെ ഓണസദ്യ നമ്മൾ കൊള്ളും, ഓണക്കോടി വിടും. ഇതൊക്കെയാണ് ഓണക്കാലത്തെ നമ്മുടെ പ്രോഗ്രാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും ടീച്ചർ നേരുന്നു. ഇനി നമുക്ക് ഓണസദ്യ ഉണ്ടാവേ. എല്ലാവരും ഇന്നോട്ടോ. ആ ഉണ്ണി സദ്യ ഇരിക്കെ ഞാൻ എന്താ ഉണ്ണി ഞാൻ ഇരുന്നോ അവിടെ ഇരുന്നോ. കുഞ്ഞോടെ കൈ കഴിയായിരുന്നോ?
ഇവരെ കൈ കഴിച്ചായിരുന്നടി അല്ല ഉണ്ണിക്കോട്ടാ എന്നെ വീഴും. അയ്യോ അയ്യോ ഇവിടെ ഇരി. ഇവിടെ ഇങ്ങനെ ഇരി, ചമരം പടഞ്ഞിരിക്കും. ആ മെടുക്കി മുട്ടിച്ചിട്ടോ, ഇങ്ങനെ മുട്ടിച്ചിട്ടോ. എന്തി ആര് അവൻ ഉറങ്ങിയോ? ആ കറക്റ്റ് ഉണ്ണാൻ സമയമായപ്പോൾ ഉറങ്ങിക്കോളാം. കല്യാണി ചോറ് കല്യാണി ചോറാണേ എല്ലാവർക്കും ഉപ്പ് വിളമ്പോ ഉപ്പ് സദ്യക്ക് ഉപ്പ് വിളമ്പോ ഉപ്പ് ആരുണ്ടോ കിട്ടാ ചടുത്തിരുന്നോട്ട് ചോറ് ഇട്ടോ മുങ്ങുള്ള പ്ലാനാ. അമ്മ ഇരിക്കാം ബാ, അപ്പ ഇരിക്കും ബാ. ചോറുണ്ട് കൊച്ചിന് എന്നാ അതെ ഇതുണ്ടോ സൈഡ് വെച്ചിട്ടുണ്ട്. എടാ ബേബി നീ ശാലം കഴിച്ചേ ചോറുണ്ട്. പപ്പടം കഴിക്കാം എന്നാ എടാ ഉണ്ണിക്കോട്ടെ എല്ലാവരും ഡീസൻ്റ് ആയിട്ടിരിക്കണം. ഇവിടെ ഇരി, ഇവിടെ ഇരി, വാ ഇവിടെ ഇരി. വാ ഇവിടെ ഇരി, വാ. പപ്പടം കൂട്ടി കൊടുക്ക അവന്. കല്യാണത്തിന് പോയോ? ആ നിങ്ങൾ കല്യാണത്തിന് പോയപ്പോ സദ്യ കഴിച്ചായിരുന്നല്ലേ? ആ എനിക്ക് മനസ്സിലായി. ഇന്ന് പായസമൊക്കെ കിട്ടിയോ? മറ്റേ കറി മിക്സ് ചെയ്താലുള്ള പ്രശ്നമായി. പപ്പടം കുറച്ച് ചോറിൻ്റെ അകത്തോട്ട് കയറ്റി ഞാൻ കൊടുത്താൽ കഴിച്ചോളൂ. സൂപ്പർ കറി കൊടുക്കണ്ട, പപ്പടം ആക്കി കൊടുക്കാം. കറി ആക്കാതെ പപ്പടം ആക്കി കൊടുക്കും. പപ്പടവും ചോറും കൂടെ കൊടുക്കും. ചോറ് ആ പപ്പ പപ്പൻ ചോറ്. പപ്പ മാത്രം വേണമെന്ന് പറയുന്നേ. ഉണ്ണി ഇതേ അവൾ ഇതാ അവിടെ അവള് കണ്ടോ? എന്നാലും കിച്ചുവേ ഞങ്ങൾ വിശാലമായിട്ടിരുന്ന് കഴിക്കുള്ളൂ. നോക്കുന്നുണ്ട് നീ ചോറ് കൊടുക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് അവളെ. ഉണ്ണിതേ അവൾ ബേബി വെറുതാണോ? മതിയോ? എടുത്തോ.
ഇവിടെ അങ്ങനെ ചേച്ചിയുടെ ബേബിയാ ഈ ചേച്ചിയുടെ പാവം കിച്ചാമൻ ഉറങ്ങി നല്ല ഉറങ്ങാം അവനിപ്പോ പോണം. അവൾ വൃത്തി ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ല. അവളെ എന്ന് മുമ്പേ കഴിച്ചിട്ട് കൊടുത്തോളാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ആ ഞങ്ങൾ പോവാ ചേച്ചിയാ. എനിക്ക് ഇപ്പോൾ ഒരു വർക്കിൻ്റെ ചെറിയ കേസുണ്ട്, ഞാൻ അതുകൊണ്ടൊന്ന് പോയപ്പോൾ. ആ ബായ്, ഉണ്ണിക്കൂടെ പോടാ. കൊണ്ടുപോകണ്ട.